അപ്പം നമുക്കിന്ന് അയല പച്ചക്കുരുമുളകൊക്കെ ഇട്ട് കനലിൽ അങ്ങോട്ട് ചുട്ടെടുത്താലോ. അപ്പം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോയേക്കും. ഇനി ഈ അയിലക്കുട്ടന്മാരെ നമുക്ക് നല്ലപോലെ കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി എടുക്കാം. കുട്ടപ്പന്മാരാക്കി എടുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ തലയന്മാരൊക്കെ കളഞ്ഞാൽ കാണാനുള്ള ഒരു ഗുമ്മങ്ങ് വന്നാ ഇതേപോലെ നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിന് മുകളിൽ ഇതേപോലെ കുറച്ച് വരകളൊക്കെ എങ്കിലേ ഉപ്പുവരിയൊക്കെ അകത്തോട്ട് കയറി പിടിക്കത്തുള്ളൂ. ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം പച്ച കുരുമുളക് രാവിലെ തന്നെ പോയി പറിച്ചുകൊണ്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ തണ്ടേന്ന് ഇളക്കി ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ അരച്ചെടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് കരണ്ട് പണി തന്ന്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇടിച്ച് ചതച്ചെടുക്കാമെന്ന്. അപ്പം എന്താ കുരുമുളക് ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് അതിനൊരു പരുവാക്കി ഇങ്ങോട്ട് എടുക്കണേ. ഈ കുരുമുളകൊക്കെ പേസ്റ്റാകാൻ മിക്സി ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അന്നേരം നല്ല പേസ്റ്റായിട്ട് കിട്ടുവേ. ഇതിപ്പോൾ എന്തായാലും നമുക്ക് കരണ്ട് ചതിച്ചത് കാരണം നമ്മൾ തൽക്കാലം ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് എന്താ എന്നിട്ട് ഇടിച്ച് ചതച്ചൊരു പരുവാക്കിയാൽ നമ്മൾ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് തട്ടും ആദ്യം. ഇനി ഇതിലേക്കൊരു ചെറുനാരങ്ങ കൂടി അങ്ങോട്ട് കട്ട് ചെയ്ത് പിഴിഞ്ഞ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ പച്ച വെളിച്ചെണ്ണ എടുത്തതിൻ്റെ മണ്ടയ്ക്കോട്ട് അങ്ങോട്ട് ഒഴിക്കണേ. ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മസാല വേറെ ലെവൽ സാധനം. ഇനിയിപ്പം കുളിച്ച് കുട്ടപ്പന്മാരായിട്ടിരിക്കുന്ന അയിലക്കുട്ടന്മാരെ നമുക്ക് ഒന്നുകൂടെ കുട്ടപ്പനാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സ്പെഷ്യൽ മസാല അങ്ങോട്ട് തേച്ച് വീണ്ടും ഒന്നുകൂടെ കുട്ടപ്പന്മാരാക്കി അങ്ങോട്ട് എടുക്കാമെന്നേ. നമ്മുടെ അയിലക്കുട്ടന്മാരെ നല്ലപോലെ മസാലയൊക്കെ തേച്ച് നല്ലപോലെ കുട്ടപ്പന്മാരാക്കി വെച്ചേക്കാണ്. ഇനി ഇതൊരു അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ മസാല ഇതിനകത്തോട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങി അയില ഒന്നുകൂടെ നല്ല ടേസ്റ്റായിരിക്കും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. ഇനി ഈ അയിലക്കുട്ടന്മാരെ തൽക്കാലം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കാം. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടിയുണ്ട്. നമുക്കിനിയിപ്പോൾ ചിരട്ട നല്ലപോലെ ഒന്ന് കത്തിച്ചെടുക്കണം. അവിടെ ഇപ്പോൾ ചിരട്ട കത്തിക്കാനെ കൊണ്ട് ഞാൻ എടുത്തേക്കെന്ന് വെച്ചാൽ വീട്ടിൽ റബ്ബർ വെട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു ഡിഷ് അങ്ങോട്ട് എടുത്ത് അപ്പോൾ അതിനകത്തേക്ക് ചിരട്ട അങ്ങോട്ട് ഇട്ട് കത്തിച്ചെടുക്കുക. ഇത് കത്തിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം കത്തിക്കാനെ കൊണ്ടൊരു എളുപ്പമാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരട്ട എടുത്ത് നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലാണ് വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് കത്തിച്ചേച്ച് ഇത് എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് ചിരട്ട പെറുക്കി വെക്കുക. അതാണ് ഏറ്റവും നല്ലൊരു എളുപ്പമുള്ള പരിപാടി. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചിരട്ടയൊന്ന് കത്തിച്ചിട്ട് വരാം. നമ്മുടെ ചിരട്ടയെല്ലാം അടിപൊളിയായിട്ട് നല്ലപോലെ കത്തി കിടക്കുന്നത് കണ്ടാൽ മനസ്സിലാവല്ലോ. ഇതേപോലെ അങ്ങോട്ട് കത്തിച്ചങ്ങോട്ട് എടുക്കണം. എടുത്തതിന് ശേഷം ഒരു ഗ്രില്ല് ഞാനിപ്പോൾ ഇതിനകത്തൊരു 2 കട്ട കഷ്ണം വെച്ചിട്ടുണ്ട്. കാരണം ഇച്ചിരിയുടെ ഹൈറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ കട്ട വെച്ചേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ഗ്രില്ല് അങ്ങോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും നമ്മുടെ കൂട്ടന്മാരിതാ ഇതേപോലെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെക്കണേ. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചിടുക. എന്നിട്ട് ഒരു 5 മിനിറ്റോടെ കിടക്കുക. എന്നിട്ട് അങ്ങോട്ട് എടുത്ത് പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഒരു സൈഡൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കത് തിരിച്ചിടാൻ ഞാൻ വാല പിടിച്ച് വെക്കിയപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത്. കാരണം ഇതിൻ്റെ അയിലയുടെ വെച്ച് തൊലി എന്ന് പറയുന്നത് തീരെ നൈസ് തൊലിയാണ്. അപ്പം ഇത് ഈ ഗ്രില്ലിലോട്ട് ഒട്ടിപ്പിടിക്കാനെ കൊണ്ട് നല്ല ചാൻസ് കൂടുതലാണ്. അപ്പം ഞാനെന്താ വെച്ച് ഞാനീ തോറ്റ് കൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പം ഞാനെന്താ വീട്ടിൽ അടുക്കളയിൽ നിന്ന് കയറിയൊരു ചട്ടകം അങ്ങോട്ട് എടുത്തിട്ട് കുത്തി അങ്ങോട്ട് മറിച്ചങ്ങിട്ട്. അല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം ഇത് നൈസ് തൊലിയാണ് ഈ അയിലയുടെ വരുന്നത്. അത് ഇതിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളിത് പൊക്കുന്നുണ്ടെങ്കിൽ ഇത് മാംസം ഇറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടകം ഉപയോഗിച്ച് ഞാനിപ്പോൾ തിരിച്ചിരുന്നത്.
നമ്മളത് ആ മീനിൻ്റെ ഒരു സൈഡെല്ലാം നല്ലപോലെ വെന്തത് തിരിച്ചിട്ട് ഇനി ഇതിപ്പം വീണ്ടും ഒരു 5 മിനിറ്റ് ഇവിടെ ഈ കനലിൽ തന്നെ കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് വീശി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ തീ അങ്ങോട്ട് നല്ലപോലെ കത്തിക്കുവേ. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് 5 മിനിറ്റിന് ശേഷം കാണാം. നമ്മുടെ മീനെല്ലാം നല്ലതുപോലെ 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഇപ്പം വീണ്ടും ചട്ട ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കണമല്ലോ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ. ഇതിപ്പം അയിലയുടെ നൈസ് തൊലിയായതുകൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ വീണ്ടും ഇതാ നൈസായിട്ട് ചട്ടുകം വെച്ച് തന്നെ അയില നമ്മളെടുത്ത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് കനലിൻ്റെ തീയൊക്കെ കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എടുത്തപ്പോൾ നല്ലപോലെ ഒന്ന് വീശി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കനലിന് കത്തി നല്ലൊരു റെഡ് കളർ ഇങ്ങനെ വരും. അതിനുശേഷം നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള അയില നമ്മളെടുത്ത് ഇതേപോലെ തന്നെ വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് നിരത്തി വെക്കുക. ഒരു 5 മിനിറ്റ്. അപ്പം ഇത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചിടാം. അപ്പം നമുക്കൊരു 5 മിനിറ്റോട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അയില നല്ലതുപോലെ വെന്ത് നല്ല സെറ്റായിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ അയില കനലിൽ ചുട്ട് റെഡി ആയിരിക്കണം. കണ്ടാൽ തന്നെ അറിയാമല്ലോ വേറെ ലെവല് സാധനമാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ അയല കനലിൽ ചുട്ടതും ബ്രെഡും കൂടി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണ്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം ഒന്നും പറയാനില്ല, നല്ല ഐറ്റം സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇതിനകത്തൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഈസി റെസിപ്പിയാണ്. എന്തായാലും ഞങ്ങൾ 4 പേര് കൂടി കഴിച്ച് 4 പേർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അവർക്ക് വീഡിയോയ്ക്ക് മുന്നിൽ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അവരുടെ അഭിപ്രായം ഞാനിതിൽ കാണിച്ചിട്ടില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതാണ്.